look at me like I'm crazy when I shut my feelings out. You look at me like I'm different, still you stay cause you feel something real. Get so lost in my moments, doesn't mean I don't need you. I fell in love with your colors, they kinda tell me what I'm thinking. നമ്മളിങ്ങനെ രാവിലെ ആര്യാസിലൊക്കെ പോയിട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും അയ്യർ വീട്ടിലൊക്കെ പോയിട്ട് ഒരു കോഫി ചോദിക്കില്ലേ, അപ്പൊ കിട്ടുന്ന ഒരു കോഫിയുടെ ഒരു സുഖം ഉണ്ടല്ലോ, ഒരു മണം ഉണ്ടല്ലോ, ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് കോഫി. We fly around like paper planes, they never know where we will fall. Nobody can see us, still they wanna tear us apart. There's something different about the way we are. ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. സോ എൻ്റെ ഒരു ദിവസം ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ലൊരു മോർണിംഗ് ആണ്. മോർണിംഗ് ടൈം എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈമാണ്. കാരണം ഞാൻ കുറച്ച് നേരത്തെ എണീക്കും എല്ലാവരെക്കാളും, സോ ദാറ്റ് എനിക്ക് എൻ്റെ ആ ഒരു കുഞ്ഞു മീ ടൈം കിട്ടും. അതിൻ്റെ ഇടയിൽ മോർണിംഗ് ടൈമിലെ മൈ ഫേവറേറ്റ് തിങ്, ബെസ്റ്റ് തിങ് അബൌട്ട് മൈ മോർണിംഗ് എൻ്റെ മോർണിംഗ് കോഫിയാണ്. കുറച്ച് റീസെൻ്റായിട്ട് ഞാനിപ്പോൾ എവ്രി ഡേ മോർണിംഗ് കോഫിയാണ് കുടിക്കുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഈ ഒരു വ്ളോഗ് ഇസ് ഓൾ അബൌട്ട് കോഫി. അടിപൊളി കോഫിയാണ്. ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റും എല്ലാവരും കിടുക്കാച്ചി എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്ന എൻ്റെ കോഫി. അപ്പം അതിന് മുന്നേ ഒന്ന് നമുക്ക് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരാം. സോ ഗൈസ്, എൻ്റെ മുടി കണ്ടോ, നല്ലോണം മെസ്സി ആയിട്ടിരിക്കുകയാണ്, നല്ല റഫായിട്ടിരിക്കുകയാണ്. അപ്പം വീക്ക്ലി വൺസ് എൻ്റെ ഒരു ഷാംപൂ വാഷ് ഡേ ആണ്. മുടി എപ്പോഴും ഇങ്ങനെ റഫ്, ഡ്രൈ ആൻഡ് ഡാമേജ്ഡ് ആയിട്ട് തോന്നുന്ന സിറ്റുവേഷൻസിൽ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉണ്ട്. ഇത് ബീബ്ലണ്ടിൻ്റെ ഇൻറ്റൻസ് മോയ്സ്ചർ റേഞ്ച് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. ഇതിൽ ഇൻക്രെഡിബിൾ ഇൻഗ്രീഡിയൻസ് ആയ ജോജോബ ആൻഡ് വൈറ്റമിൻ ഇ ഉണ്ട്. അത് നമ്മളുടെ ഹെയർ ഡീപ്ലി മോയ്സ്ചറൈസ് ചെയ്യും ആൻഡ് മേക്ക് ഇറ്റ് സ്മൂത്തർ ആൻഡ് ഫ്രിസ് ഫ്രീ. ഇതിലുള്ള ജോജോബ ഓയിൽ ഉണ്ടല്ലോ, ഇറ്റ്സ് റിച്ച് ഇൻ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അതൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് നമ്മുടെ ഹെയർ നല്ലോണം നറിഷ് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യും ആൻഡ് നല്ലൊരു ഷൈനും കൂടെ തരും. ഇതിലുള്ള വൈറ്റമിൻ ഇ ഉണ്ടല്ലോ, ഹെയറിന് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നല്ലോണം ഡ്രൈ ആൻഡ് ഫ്ലേക്കി ആയിട്ടുള്ള സ്കാൽപ്പ് ഉണ്ടല്ലോ ഹൈഡ്രേറ്റ് ചെയ്യും, റെജുവിനേറ്റ് ചെയ്യും. കൂടാതെ ഹെയർ ഇലാസ്റ്റിസിറ്റി ബൂസ്റ്റ് ചെയ്തിട്ട് ഹെയർ ഷൈൻ ആൻഡ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ഞാൻ ഒരു ടെസ്റ്റ് കാണിച്ചത്, അതായത് ഷാംപൂ ഇടുന്നതിന് മുന്നേ ഹെയർ ഞാനിങ്ങനെ രണ്ടായിട്ട് പാർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, സോ ഡിഫിക്കൽട്ട്. പക്ഷെ വാഷ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഹെയർ ഒന്ന് വെറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ബീബ്ലണ്ടിന്റെ ഇൻറ്റൻസ് മോയ്സ്ചർ ഷാംപൂ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബീബ്ലണ്ടിന്റെ ഇൻറ്റൻസ് മോയ്സ്ചർ കണ്ടീഷണർ നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ടീഷണർ നമുക്ക് ഈവൻലി ഹെയറിന്റെ മിഡ് ലെങ്ത് തൊട്ട് എൻഡ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഹെയറിൽ ഒരു 5-10 മിനിറ്റ്സ് ഒന്ന് ലീവ് ചെയ്തിട്ട് വെള്ളം കൊണ്ട് നമുക്ക് വാഷ് ചെയ്യാം. നമ്മുടെ ഹെയറിന് നല്ല ഷൈൻ തരാൻ വേണ്ടിയിട്ട് ഇതിൽ ഷൈൻ ടോണിക് ഉണ്ട് and designed by hair experts to give salon like hair at unbelievable price of 399 rupees. കോംപ് ടെസ്റ്റ് ചെയ്യാണ്. ഇത് കണ്ടോ, വാവ്, എന്തൊരു സ്മൂത്ത് ആയിട്ടാ കോംപ് ഗ്ലൈഡ് ചെയ്യുന്നൊരു ഹെയറിൽ കൂടെ. വെരി സ്മൂത്ത്. സോ എൻ്റെ ഹെയർ ഇപ്പം മോർ നറിഷ്ഡ് ആൻഡ് സ്മൂത്ത് ആൻഡ് ഫ്രിസ് ഫ്രീ ആയി. ലുക്ക് അറ്റ് ദിസ്. അപ്പോൾ ബീബ്ലണ്ടിന്റെ ഇൻറ്റൻസ് മോയ്സ്ചർ റേഞ്ച് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ട്രൈ ചെയ്ത് നോക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. കൂടാതെ യൂസ് മൈ കൂപ്പൺ കോഡ് NIMI2024 ടു ഗെറ്റ് 20% ഡിസ്കൗണ്ട് ഓൺ ബീബ്ലണ്ട് വെബ്സൈറ്റ് ആൻഡ് ആപ്പ്. ഇതെല്ലാം തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എന്നിവയിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ലൊരു കോഫി നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കോഫി ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ, പിന്നെ എന്തിനാ കോഫി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും. പക്ഷേ ആ കോഫിയല്ല ഈ കോഫി. ഇത് എൻ്റെ സ്പെഷ്യൽ കോഫിയാണ്, എൻ്റെ ഫേവറേറ്റ് കോഫിയാണ്. നിങ്ങൾ ഗോപുവിനോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോ. അതായത്, അല്ലേ ഗോപു, എന്താണ് ഈ കോഫിയുടെ സ്പെഷ്യാലിറ്റി പറയൂ.
അടിപൊളി ടേസ്റ്റാണ്. സംഭവം ഒരേ കാപ്പിപ്പൊടി, ഒരേ പാല്, ഒരേ പഞ്ചസാര ഒക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുക. പക്ഷേ കുക്ക് ഉണ്ടാക്കുന്ന ഒരു രീതി ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ വന്നിട്ട് റോഷനും സുദർശനും എല്ലാവരും വന്നിട്ട് കുടിക്കുമ്പോൾ ഇതേതാ കാപ്പിപ്പൊടി എന്ന് ചോദിക്കും. ആ പൊടിയുടെ അല്ല, അത് ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ എന്തായാലും കുക്ക് ഒരു സ്പെഷ്യൽ രീതി അല്ലേ ചെയ്യാൻ ഞാൻ. ഓക്കെ. ഈ കോഫിക്ക് വേണ്ടത് കോഫി പൗഡർ, പാല്, പഞ്ചസാര, അത്രേ ഉള്ളൂ, വെള്ളം. പക്ഷേ കോഫി പൗഡർ ഞാൻ സജസ്റ്റ് ചെയ്യാം. ബ്രൂവിൻ്റെ മറ്റേ എന്താണ് ഇൻസ്റ്റൻറ്റ് ബ്രൂ ഇല്ലേ, കുപ്പിയിലുള്ള ബോട്ടിലുള്ള, അതാണ് ഏറ്റവും നല്ലത്. അതിനാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുക. കോഫി പൗഡർ എടുക്കാമേ. ഓക്കെ, നമുക്ക് ബ്രൂ ഇൻസ്റ്റൻറ്റ് തന്നെ എടുക്കാം ഗൈസ്. സോ കോഫി പൗഡർ. ഇനി എൻ്റെ കോഫി പാത്രം, കോഫി ഉണ്ടാക്കുന്ന പാത്രം എടുക്കട്ടെ. കോഫി പാത്രം, 1 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഞാനൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കോഫി പൗഡർ ഇടുകയാണ്. ഞാൻ ഈ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് കോഫി പൗഡർ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കടുപ്പം പോലത്തെ കോഫി പൗഡർ ആഡ് ചെയ്യുക. അതായത് ഒരു കോഫിക്ക് എത്ര പൗഡർ വേണം അത് ഇടുക. 2 ആൾക്ക് വേണ്ടതോ 3 ആൾക്ക് വേണ്ടതോ, ഒരാളുടെ കോഫിയോ. ഞാൻ അതിലേക്ക് പഞ്ചസാര ഇടുകയാണേ. ഇതിലേക്ക് തന്നെ പഞ്ചസാര ഇടും. ഇനിയാണ് കളി. ഇത് നല്ല തിളച്ചിരിക്കുന്ന വെള്ളമാണ്. അത് ഞാൻ ഈ പഞ്ചസാര കോഫി പൗഡറിലേക്ക് ഒഴിക്കാൻ പോവാണ്. എന്നിട്ട് ഇതിങ്ങനെ നല്ലോണം അടിക്കണം. അടിച്ചിങ്ങനെ ഇങ്ങനെ 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 പത വരണം, പത. എന്നിട്ട് ഇതിങ്ങനെ കുറേ നേരം അടിക്കണം. അത് എത്ര ഈ പഞ്ചസാരയും കോഫി പൗഡറും വെള്ളവും കൂടി ഇങ്ങനെ ബ്ലെൻഡായി വന്ന് ഇതിൻ്റെ ഒരു അരോമ ഉണ്ടല്ലോ, കോഫിയുടെ ഒരു മണം വീട് മൊത്തമാവും രാവിലെ എല്ലാവരും എണീക്കുമ്പോഴേക്ക് അല്ലേ? ഓക്കെ, കണ്ടോ ഈ ഒരു പത കാണുന്നുണ്ടോ? ഇതുപോലെ ആവും. അപ്പം നമ്മുടെ പാല് തിളച്ച് വന്നു ഗൈസ്. ഇനി നമുക്ക് കോഫി മേക്ക് ചെയ്യാം. ഒരു കുറച്ച് ഈ ഡിക്കോഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ച് അങ്ങനെ പറയാം. മറ്റേ ഒറിജിനൽ അയ്യർ ഡിക്കോഷൻ ഒന്നല്ല ഇത്, വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഫിൽറ്റർ കോഫീൻ്റെ ഒരു തട്ടിക്കൂട്ട് രൂപം. ഇതാ ഇതിലേക്ക് നമ്മൾ കോഫിയുടെ കുറച്ച് ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി ഞാനതിലേക്ക് പാൽ ഒഴിക്കാം. പാട ഒഴിവാക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. നേരെ ഒഴിക്കുക. അപ്പൊ ഇനി ഇത് ഒരു അടിയാണ്. കിടന്നിട്ട് നല്ലോണം ഇങ്ങനെ അടിച്ചു കൊടുക്കാം. താഴേക്ക് വീഴും, ഒന്നും ചെയ്യണ്ട. നല്ലോണം കൂടെ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഡിക്കോഷൻ, നമ്മൾ ഉണ്ടാക്കി വെച്ച കോഫിയുടെ ഡിക്കോഷൻ ഒഴിച്ചാൽ മതി. ഇത് നല്ലോണം അടിക്കണം കേട്ടോ, എന്നാലും ഇത് തമ്മിൽ ബ്ലെൻഡ് ആവുള്ളൂ. ഓക്കെ, നല്ല പതയോടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കപ്പിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലേശം കൂടെ കോഫി പൗഡർ ഇങ്ങനെ ഞാൻ തൂക്കി കൊടുക്കും. കണ്ടോ? ഓക്കെ, കോഫി റെഡി. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടോ നിങ്ങൾ? മുകളിലൊക്കെ ഇങ്ങനെ ഫോം നിൽക്കും ഇതിൻ്റെ പത കോഫിയുടെ. പിന്നെ നമ്മളിങ്ങനെ തൂക്കി കൊടുക്കണ ലാസ്റ്റ് ഇടുന്ന ആ ഒരു ഡെക്കറേഷൻ ഇടുന്ന കോഫി പൗഡർ ഉണ്ടല്ലോ. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് കോഫി. കുടിക്കാം. നമ്മളിങ്ങനെ രാവിലെ ആര്യാസിലൊക്കെ പോയിട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും അയ്യർ വീട്ടിലൊക്കെ പോയിട്ട് ഒരു കോഫി ചോദിക്കില്ലേ, അപ്പം കിട്ടുന്ന ഒരു കോഫിയുടെ ഒരു സുഖം ഉണ്ടല്ലോ, ഒരു മണം ഉണ്ടല്ലോ, ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് എൻ്റെ കോഫി. ഇനി എനിക്ക് ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീലിൽ കണ്ടാണ് ഒരാൾ ഉണ്ടാക്കണത്. അന്ന് തൊട്ട് യെസ്, ഇതാണ് എൻ്റെ ഒരു
style of making coffee. I fell in love with your colors. They kinda tell me what I'm thinking. I fell in love with the way we are and the way we lose it. ഞാൻ കുറേ ആയി കുടിച്ചിട്ട് 10 ദിവസമായി അല്ലേ? ഒരു 20 ദിവസമൊന്നുമല്ല, ഗോപു ഒരു ഡയറ്റ് തുടങ്ങിയിട്ട് തന്നെ 2 months എന്തോ ആയി. ആക്ച്വലി ഞാനും രാവിലെ എണീറ്റിട്ട് കോഫി ഉണ്ടാക്കും. കുക്കു ഫീഡിംഗ് ഒക്കെ ആയ സമയത്ത് ഞാനായിരുന്നു രാവിലെ എണീറ്റിട്ട് ടീ, ചായ ഉണ്ടാക്കുക, കാപ്പി ഉണ്ടാക്കുക ഒക്കെ ചെയ്യാം. പിന്നെ അത് ചെക്കനെ ഉറങ്ങി തുടങ്ങിയതിന് ശേഷം പിന്നെ രണ്ടുപേരും ഒരുമിച്ച് എണീക്കും. പക്ഷേ ഇപ്പോൾ ഈ കോഫി ഉണ്ടാക്കുന്നത് നേരെ പാല് തിളപ്പിക്കും, അതിലേക്ക് പഞ്ചസാര ഇടും, അതിലേക്ക് തന്നെ കാപ്പിപ്പൊടി ഇടും, എന്നിട്ട് തിളയ്ക്കുമ്പോൾ അങ്ങെടുക്കും. അതാണ്. പക്ഷേ ഈ ബ്ലെൻഡ് ചെയ്യുന്ന ആ ബ്ലെൻഡ് ചെയ്യുന്ന അതിലൂടെയാണ് ഈ ടേസ്റ്റ് കിട്ടുന്നത്. അത് മാത്രമല്ല ലാസ്റ്റ് അടിക്കുകയും വേണം. അതായത് ബ്ലെൻഡ് ചെയ്ത് പാലൊഴിച്ചതിന് ശേഷം ലാസ്റ്റ് അടിക്കും കൂടി, അതായത് കോഫി പൗഡർ പിന്നെ വെള്ളവും പഞ്ചസാരയും കൂടി ഒരു ബ്ലെൻഡ്, അത് കഴിഞ്ഞിട്ട് ആ ഡിക്കോക്ഷൻ മിക്സും പാലും കൂടി അടിച്ചിട്ട് അതിലടിക്കുമ്പോൾ ഒരു ബ്ലെൻഡ്, ആ 2 ബ്ലെൻഡും കൂടി വരുമ്പോഴാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ തൂന്ന ആ ഒരു കോഫി പൗഡറും. ഇത് ലൈറ്റ് ആണ്, ഇതെന്റെ കോഫി അല്ല. എനിക്ക് പറഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ്, അതായത് ഡിക്കോഷൻ കുറച്ചും കൂടി ഒഴിക്കും, കുറച്ച് മിൽക്ക് കുറയുകയും ചെയ്യും. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് സംഭവം എന്ന് വെച്ചാൽ കോഫി ഓൾവേസ്, ബട്ട് ഹൗ യു മേക്ക് ഇറ്റ് ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമന്റ് ചെയ്യണം. ഡിക്കോക്ഷൻ ഉള്ള ആൾക്കാരുടെ വീട്ടിൽ അവർ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അതെ, അതില്ലാത്തവർക്ക് മറ്റേതില്ലേ കോഫി ഡിക്കോഷൻ ചെമ്പിന്റെ എല്ലാ വീട്ടിലും പഴയ ആൾക്കാരുടെ അടുത്തൊക്കെ ഇത് കാണും. അതിൽ കോഫി പൗഡർ ഇട്ട് അടച്ചു വെച്ച് വെള്ളം ഒഴിച്ച് പ്രസ് ചെയ്യും. അപ്പൊ അതിന്റെ ബെസ്റ്റ് ഇത് ഉറ്റി കിട്ടും. കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല കട്ടിക്കുള്ള ഡിക്കോഷൻ ആയിരിക്കും. കുറച്ച് ഇട്ടാൽ മതി പാലിലേക്ക്. അതെ അതെ. ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെ വല്ല രീതിയിലും കോഫി ഉണ്ടാക്കാൻ അറിയെങ്കിൽ പൊളിയാണെങ്കിൽ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങൾ അങ്ങനെയും കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. ബിക്കോസ് ഞങ്ങള് ഹൈ ടൈം കോഫി ലവേഴ്സ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ ഇടയ്ക്ക് മീരച്ചിച്ചിയുടെ വീട്ടിൽ പോകുമ്പോ വൈകിട്ടൊക്കെ നമ്മൾ അവിടെ കോഫി കുടിക്കാനായിട്ട് പോകും. അയ്യൊരു കോഫി കിട്ടും. ഭാഗ്യയുടെ വീട്ടിൽ പോയപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഭാഗ്യന്റെ വീട്ടിൽ പോയപ്പോ അടിപൊളി കോഫി ആയിരുന്നു. അവിടെ ഡിക്കോഷൻ രാവിലെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ആ ഡിക്കോക്ഷൻ വെച്ചിട്ട് എപ്പോ വേണമെങ്കിൽ ഇപ്പം ബാക്കി വെച്ച ഡിക്കോക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇനിയും കോഫി ഉണ്ടാക്കാം. ഫ്രിഡ്ജിലും വെക്കും. ഫ്രിഡ്ജിൽ വെക്കും. ഡിക്കോഷൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ അത് വേണമെങ്കിൽ 2-3 ദിവസം യൂസ് ചെയ്യാം. അമ്മ അപ്പയും കോഫി ഷൂട്ട് ചെയ്യാം. സോ ഈ ഡിക്കോക്ഷൻ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 days അതെടുക്കാം. അതെടുത്തിട്ട് പാല് തിളപ്പിച്ച് അതിലേക്ക് ഒഴിക്കുക, അടിക്കുക, കുടിക്കുക. സോ ഇത് ട്രൈ ചെയ്യാം. നമ്മളടുത്ത് പറയാം. ഓക്കെ. അപ്പൊ യെസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു. ഹാവ് എ നൈസ് ഡേ.